പണിതുയർത്ത സേവാഭാരതി ആശ്രയ കേന്ദ്രം ഉദ്ഘാടനത്തിന് ശേഷം RSS മുതിർന്ന പ്രചാരകൻ S. സേതുമാധവൻ സംസാരിക്കുന്നു. തത്സമയം ഭാഗം ആൾക്കാർ സമ്പന്നരായിട്ട് ജീവിക്കുന്നു. മറ്റു ചില ആൾക്കാർക്ക് താമസിക്കാനുള്ളൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വളരെ ശോചനീയമായിട്ടുള്ള സ്ഥിതിയിൽ അവർ കഴിഞ്ഞുകൂടുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ സൗകര്യമില്ല. മറ്റു കുട്ടികളെ പോലെ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യമില്ല. ഈ തരത്തിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ദരിദ്രനായിട്ടുള്ളവരുണ്ട്, പട്ടിണി കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്ന ആഹാരമായിട്ടാണ്. രോഗിയുടെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്ന ചികിത്സ, രോഗം മരുന്ന് കിട്ടുന്നില്ലെങ്കിലാണ്. ഈ രീതിയിൽ ഈശ്വരൻ്റേതായിട്ടുള്ള അനുഭൂതി എല്ലാവരിലും ഉണ്ടാകാൻ തക്കവണ്ണുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരാകുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിൻ്റെ സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. ഇതിൻ്റെ ഫലം എന്താ ഞാൻ പറയാം. ഈ സഹായം സ്വീകരിക്കുന്ന ആൾക്കാർ എന്നെന്നും സഹായം സ്വീകരിക്കലല്ല. സേവാഭാരതി ഉദ്ദേശിക്കുന്നത് ഈ സേവ സ്വീകരിക്കുന്ന ആൾക്കാർ നാളെ സേവാദാതാക്കളായിട്ട് മാറണം എന്നുള്ളതാണ്. ഒരു തമാശയാണെങ്കിൽ ശരി, നമ്മുടെ മനസ്സിൽ സ്പർശിക്കുന്ന ഒരു സംഭവം. ഒരു ഗാന്ധി ജയന്തി ദിവസം കുറേ യുവാക്കന്മാർ ഒരു ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തെ ശുചീകരണ പരിപാടി ചെയ്യാനാണ് പോയത്. അവിടെ പോയപ്പോൾ വളരെ വളരെ വൃത്തികേട്. അവിടേക്ക് നിങ്ങൾക്ക് കാലുകുത്താൻ സാധിക്കാത്ത പരിസ്ഥിതി. അവിടെ നമ്മുടെ ഈ യുവാക്കന്മാർ വളരെ ശ്രമിച്ച് ആ ഗ്രാമം മുഴുവൻ വൃത്തിയാക്കി. അവർക്ക് സന്തോഷമായി. അവർ തിരിച്ചു പോയി. അതിൻ്റെ അടുത്ത വർഷം ഈ ഗാന്ധി ജയന്തി സമയത്ത് അവർ ആ ഗ്രാമത്തിൽ തന്നെ അവർ എത്രമാത്രം മുന്നിൽ കാണാനായിട്ട് പോയി. പക്ഷെ അവിടെ കണ്ട് അവർ വേദനിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ വൃത്തികേടായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഇവർ ഗ്രാമീണർ ചോദിച്ചു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വൃത്തിയായി പോയതല്ലേ, പിന്നെന്താ നിങ്ങൾ ഇത്രയും വൃത്തികേടാക്കിയത്? അപ്പോൾ ആ ഗ്രാമീണർ ചോദിച്ചു കേട്ടോ, കഴിഞ്ഞ ഒരു വർഷം ഇപ്പോഴല്ലേ നിങ്ങൾ വരുന്നത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കണ്ടേ എന്നായിരുന്നു. ദാറ്റ് മീൻസ് ആ ഗ്രാമീണരുടെ മനസ്സിൽ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നിയില്ല, വേറെ ഏതോ ആൾക്കാരുടെ കർത്തവ്യം തോന്നുന്നു. പക്ഷേ സേവാഭാരതി ആഗ്രഹിക്കുന്നു അങ്ങനെയല്ല. സേവനത്തിന് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് സേവനം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ഇതിൻ്റെ നല്ലൊരു അനുഭവം നമുക്കുണ്ട്. ഒരവസരത്തിൽ നമ്മുടെ ആന്ധ്രയിൽ ഭയങ്കരമായിട്ടുള്ള ചുഴലിക്കാറ്റും കാര്യങ്ങളുണ്ടായി. ആ സമയത്ത് അവിടെ ഓടിച്ചെന്ന് എത്തിയതും അവരെ രക്ഷിച്ചും അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യം, താമസ സൗകര്യം, ആഹാരം, ചികിത്സ, ഈ കാര്യങ്ങൾ ചെയ്ത് സേവാഭാരതി ആ കാലഘട്ടത്തിൽ. ആ സമയത്ത് സേവാഭാരതിയുടെ ഒരു കേന്ദ്രത്തിലേക്ക് ഒരമ്മ, പ്രായമായിട്ടുള്ളൊരമ്മ, കണ്ടല്ലൊരു ഭിക്ഷുകിയാന്ന് തോന്നും, യാചിക്കാന്നാണ്. അവർ കയറി വരുന്നു. അപ്പോൾ അവിടുത്തെ മുമ്പിൽ നിന്ന് നമ്മുടെ ചില കാര്യകർത്താക്കന്മാർ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതൊരു സേവാ കേന്ദ്രമാണ്, ഇപ്പോഴൊന്നും ഇല്ല, അവിടെ പാവപ്പെട്ട മറ്റുള്ള ആൾക്കാർ കൊടുക്കാനാണ്. അമ്മ വേറെ എന്തെങ്കിലും തരത്തിൽ വേറെ അത്യാവശ്യമാണെങ്കിൽ എന്തെങ്കിലും പൈസ തരാം എന്ന് പറഞ്ഞ് ഇവിടെ ഈ വർക്കിന് ബുദ്ധിമുട്ടിക്കരുത് എന്നല്ല എനിക്ക് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മുഖം മാറി. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ വന്നല്ല, ഞാൻ കൊടുക്കാൻ വന്നതാണ്. ഒരു ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഒരു കാര്യങ്ങളുടെ ഇടയിൽ എൻ്റെയും പങ്ക് ഇതിൽ വേണം എന്ന് ചിന്തിച്ച് അവർ ഭിക്ഷയെടുത്ത് ഒരു തുക കുഴി കെട്ടിയിട്ട് അത് കൊടുക്കാനായിട്ട് വരുന്നു. മനുഷ്യൻ്റെ മനസ്സ് വിശാലമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാൽ അതിനോട് വളരെ ആകർഷണീയത തോന്നും. ഇപ്പോൾ നമ്മുടെ രജനി, അവർ വിഷമമാണ്, അവർ നിവൃത്തിയില്ല. ആ സമയത്ത് സേവാഭാരതി അവരുടെ ഈ സ്ഥലമോ കെട്ടിടമോ പ്രതീക്ഷിച്ച് ചെയ്തതല്ല. അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാൻ തയ്യാറായ സമയത്ത് അവർ ചിന്തിച്ചു, ഇനി ഇതിൽ കൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള സംഗതി അത് ബാക്കിയുള്ളവർക്ക് സഹായമായി തീരട്ടെ. ഇതേപോലെ അനുഭവം നമുക്കൊട്ട് അനവധിയുണ്ട്. തൃശ്ശൂരിൽ ചേർപ്പ് എന്നുള്ള സ്ഥലത്ത് ഒരമ്മ, 80 വയസ്സായിട്ടുള്ള ഒരമ്മ, ഒരു 10-60 വയസ്സായിട്ടുള്ള ഒരു മകള്, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവർ വളരെ വിഷമിച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ വലിയൊരു വീടുണ്ട്, നിധി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരെ നോക്കാൻ ആളും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ സ്വയം സേവ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാം, അമ്മയൊന്നും വിഷമിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. അന്ന് ഈ തരത്തിലുള്ള ഒരു പ്രത്യേക പ്രവർത്തനമൊന്നും ആരംഭിച്ചിട്ടില്ല. ആ സമയത്ത് അവിടെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ തയ്യാറായി. അവർ പറഞ്ഞു, എൻ്റെ സ്വത്തും വീടും എല്ലാം ഞങ്ങൾ എഴുതിത്തരാം. നമ്മുടെ സ്വന്തം നിങ്ങൾ എഴുതിത്തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പ്രായമായിട്ടുള്ള അമ്മമാർ മാത്രം എങ്ങനെ താമസിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില കുട്ടികളുണ്ട്, പെൺകുട്ടികൾ, അവരെ നിങ്ങളുടെ കൂടെ താമസിപ്പിച്ചാൽ നിങ്ങൾക്കൊരു സഹായമായി, അവർ പഠിക്കുകയും ചെയ്യും. ആ തരത്തിൽ 5-6 കുട്ടികളെ താമസിപ്പിച്ചു. ആ രീതിയിൽ അവർക്ക് വളരെ സന്തോഷമായി കാര്യങ്ങൾ. അവസാനം അവരുടെ കാലഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യുക, ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ എൻ്റെ ഈ വീടും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഞങ്ങളൊരു സ്ഥലത്ത് താമസിച്ചോളാം. ഏതെന്ന് പറഞ്ഞാൽ അവരുടെ വീടും ഏകദേശം 1-2 ലക്ഷം ഉറുപ്പ്യ
ബാങ്കിലുണ്ട്, അതും സേവാഭാരതി കൊടുക്കാൻ തയ്യാറായി. ഞാൻ ഈ പറയുന്നത് ആത്മാർത്ഥമായി സമൂഹത്തിൻ്റെ സുഖം, സമൂഹത്തിൻ്റെ ഉയർച്ച, ആർക്കാണ് എല്ലാം ഇല്ലാത്തത് അവർക്ക് ആവശ്യമുള്ളത് കിട്ടാൻ സാധിക്കണം. ആ തരത്തിലുള്ള സംവിധാനത്തോടു കൂടി ഭാരതമാസകലം നമ്മുടെ സേവാഭാരതി പ്രവർത്തിക്കുന്നു. പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഈ നാട് സർവേഭി സുഖന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖവാഗ് ഭവേ. ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ ആപ്തവാക്യമാണ്. എല്ലാവർക്കും സുഖം ഉണ്ടാകണം, എല്ലാവരും ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, ആർക്കും ദുഃഖമുണ്ടാകരുത്, എല്ലാവർക്കും മംഗളമുണ്ടാകണം. ഈ ഒരു പ്രാർത്ഥന അത് നമ്മുടെ നാട്ടിൽ സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി സേവാഭാരതി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾക്ക് ഇന്നിപ്പോൾ ഈ നമ്മുടെ നിര്യാതയായിട്ടുള്ള രജനി അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, നമ്മൾ കാര്യങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് അശരണായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം കാര്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാനും ആവശ്യമായിട്ടുള്ള കാര്യം കൊടുക്കാനും ഈ പുല്ലരി സഹായമാകും. അതനുസരിച്ച് ഇവർ പ്ലാൻ ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ കാര്യം മുന്നോട്ട് പോട്ടെ. നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള സേവനങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണം കൂടാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം പരിശ്രമം കൊണ്ട് ഇത് കഴിയുന്നതിന് കുറയ്ക്കാൻ സാധിക്കണം. ആ നിലയ്ക്ക് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും നമസ്കാരം. ഉടനെ പോകുന്ന എല്ലാവരുടെയും അനുഭവത്തോടും